ഭാഗം 14. ഏറെ വ്യത്യസ്തമല്ലാത്ത മറ്റൊരു പകൽ കൂടി അസ്തമിച്ചു. അതിനിടെ ആടുകളെ നടത്താൻ കൊണ്ടുപോകാൻ ഭീകരരൂപി എന്നെ പല രീതിയിൽ പരിശീലിപ്പിച്ചു. ആടുകൾക്ക് പിന്നിൽ നിന്ന് തെളിയിക്കാതെ വശങ്ങളിൽ നിന്ന് തെളിയിക്കാനും മുന്നോട്ട് കുതിച്ചോടാൻ ശ്രമിക്കുന്നവയെ അടിച്ച് മെരുക്കാനും അവൻ കാണിച്ചു തന്നു. ഓരോ മസ്രയിലും ഓരോ പ്രാവശ്യവും ഇടേണ്ട ഗോതമ്പിൻ്റെയും കച്ചിയുടെയും പോച്ചയുടെയും അളവ് പറഞ്ഞു തന്നു. പകലിന് കഴിഞ്ഞ ദിവസത്തേക്കാൾ ചൂടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. 10 അടി നടക്കുമ്പോഴേക്കും തൊണ്ട വരളുന്നതുപോലെ. ഇരുമ്പ് ടാങ്കിൽ കിടന്ന് തിളച്ചു വാടിയ വെള്ളം കുടിക്കുമ്പോൾ തൊണ്ട കൂടുതൽ കത്തുന്നതുപോലെ. തന്നെയുമല്ല, ആ വാട്ടവെള്ളം നിർത്താതെ കുടിച്ച് എൻ്റെ വയറ് കേടാവുകയും ചെയ്തു. അന്നേ ദിവസം പ്രഭാത ഭക്ഷണത്തിന് ശേഷം എത്ര തവണയാണ് ഞാൻ വെളിക്കിറങ്ങുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല. തലേ ദിവസത്തെ ജ്വാളതയൊക്കെ മാറി ഞാൻ പരസ്യമായി പൊതുവിടത്തിൽ തന്നെ വിളിക്കിരുന്നു. എവിടെ വെച്ച് മുട്ടിയോ അവിടെ. വെള്ളം കൊണ്ട് കഴുകാൻ ശ്രമിച്ച് അർബാബിൻ്റെ അടി കൊള്ളുന്നതിന് പകരം എൻ്റെ വൃത്തിയാക്കൽ കല്ലുകൊണ്ടായി. ഓരോ ദേശത്തും ഏറ്റവും സുലഭമായ വസ്തുക്കൾ കൊണ്ട് അത് സാധിക്കുകയാണ് അതിൻ്റെ ഒരു രീതിയെന്ന് ഞാൻ നിരൂപിച്ചു. ഇംഗ്ലീഷുകാർക്ക് ഏറ്റവും എളുപ്പം കിട്ടാവുന്നത് പേപ്പർ കഷ്ണമാണ്. അവരതുകൊണ്ട് വൃത്തിയാക്കുന്നു. നമുക്ക് വെള്ളം, അതുകൊണ്ട് മാത്രം നമ്മൾ വെള്ളം കൊണ്ട് വൃത്തിയാക്കുന്നു. എനിക്കിപ്പോൾ സുലഭം കല്ലായിരുന്നു. കല്ലെങ്കിൽ കല്ല്, അതായിരുന്നു അപ്പോഴത്തെ എൻ്റെ നിലപാട്. ഉച്ച തിരിഞ്ഞപ്പോൾ വല്ലാത്ത ആവിയായിരുന്നു. ദേഹം മുഴുവൻ പുഴുങ്ങുന്നത് പോലെ. തളർച്ചയും കൂടി. വയറിളക്കത്തിൻ്റെ ക്ഷീണം കൂടിയപ്പോൾ പൂർണ്ണമായി. കാര്യങ്ങൾ ഞാൻ അർബാബിനോടും ഭീകരരൂപിയോടും വിവരിച്ചു. പക്ഷേ എൻ്റെ വേലയ്ക്ക് ഒരു കുറവും സംഭവിച്ചില്ല. ക്ഷീണവും തളർച്ചയും ഒന്നും അർബാബ് ശ്രദ്ധിച്ചതുകൂടിയില്ല. പണിയോട് പണി മാത്രം. വൈകുന്നേരമായപ്പോഴേക്കും കഞ്ഞിപ്പശ വീണതുപോലെ ദേഹം ഒട്ടുന്നുണ്ടായിരുന്നു. ഒന്ന് കുളിക്കാഞ്ഞിട്ട് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത അസ്വസ്ഥതയും പുകച്ചിലും. ആടുകൾക്ക് കുടിക്കാൻ കൊണ്ടുപോയ വെള്ളത്തിൽ ഇത്തിരി അർബാബ് കാണാതെ എടുത്ത് ഞാൻ മുഖവും കൈയും ഒന്ന് കഴുകിയെന്ന് വരുത്തി. എന്നാലും വെള്ളം തൊടാത്ത ദേഹത്തിൻ്റെയും കശത്തിൻ്റെയും ഗ്രഹീയ പ്രദേശത്തിൻ്റെയും അസ്വസ്ഥത തന്നെയായിരുന്നു. എല്ലാം സഹിച്ചാണ് ഞാൻ കിടക്കയിലേക്ക് പോയത്. കിടക്കയെന്ന് പറയുമ്പോൾ പെട്ടെന്ന് എനിക്കെന്തോ കിടക്ക കിട്ടി എന്നൊന്നും വിചാരിച്ചു കളയല്ലേ. എൻ്റെ ഇപ്പോഴത്തെ കിടക്ക വെറും നിലത്ത് പൂഴിമണ്ണാണ്. ആകെ ഒരു കട്ടിലുള്ളത് ഭീകരരൂപി കൈവശപ്പെടുത്തിയിരിക്കുന്നു. അതിനടിയിൽ എൻ്റെ ബാഗുണ്ട്. അതിൽ നിന്നും ഞാനൊരു പുതപ്പ് വലിച്ചെടുക്കും, നിലത്ത് മണ്ണിൽ വിരിക്കും. ഇപ്പോൾ തന്നെ അത് മുഷിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. എന്നാലും നിലത്ത് നല്ല പൊടിമണലുണ്ടെങ്കിലും ഇടയ്ക്കിടെയുള്ള ചെറുകല്ലുകൾ ദേഹത്ത് കൊണ്ടുകയറും. സുഖമില്ലാത്ത ഒരു കിടപ്പ്. അല്ലെങ്കിൽ തന്നെ അത്തരമൊരു സാഹചര്യത്തിൽ ഏതെങ്കിലും ചെറു സുഖമെങ്കിലും പ്രതീക്ഷിക്കുന്ന ഞാൻ തന്നെയാണ് മണ്ടൻ. ഏറെ ക്ഷീണമുണ്ടെങ്കിലും കിടപ്പിന് ഒരു സുഖമില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല. ഞാൻ വെറുതെ ചിന്തിച്ചു കിടന്നു. സത്യത്തിൽ ആ ചിന്തയിൽ പെട്ടെന്ന് നാടും വീടും സൈന്യവും ഉമ്മയും എൻ്റെ പിറക്കാൻ പോകുന്ന മകനും മകളും ഒക്കെ കടന്നു വരേണ്ടതാണ്. സങ്കടങ്ങളും ആദികളും കടന്നു വരേണ്ടതാണ്. ജീവിതവും വിധിയും കടന്നു വരേണ്ടതാണ്. പക്ഷെ എന്തോ മരിച്ച് മറുലോകത്ത് എത്തിക്കഴിഞ്ഞവനെ പോലെ ആ ചിന്തകൾ ഒക്കെ എനിക്ക് അന്യപ്പെട്ടു പോയിരുന്നു. അത്രയും പെട്ടെന്നോ എന്ന് നിങ്ങൾ ആകാംക്ഷപ്പെട്ടേക്കാം. അതെ എന്നാണ് എൻ്റെ ഉത്തരം. ബന്ധപ്പെടുവാൻ സാഹചര്യവും അവസരവും ഇല്ലാതായി എന്ന് പൂർണ്ണമായും ബോധ്യപ്പെടാൻ എടുക്കുന്ന കാലതാമസമാണ് നമ്മെ എപ്പോഴും അതേ ചിന്തയിൽ തളച്ചിടുവാൻ പ്രേരിപ്പിക്കുന്നത്. എനിക്കത് ഒരു ദിവസം കൊണ്ട് ബോധ്യപ്പെട്ടു എന്നേ ഉള്ളൂ. ആകുലപ്പെട്ടിട്ടും ആശങ്കപ്പെട്ടിട്ടും ഒരു കാര്യവുമില്ല. ആ ലോകം എനിക്ക് അന്യമായി കഴിഞ്ഞിരിക്കുന്നു. ഇനി എനിക്ക് എൻ്റെ പുതിയ ലോകം. ഈ ലോകത്തിൻ്റെ വ്യവസ്ഥകൾക്ക് ഞാൻ വിധിക്കപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ ആകുലതകളിലേക്ക് ഞാൻ ആഴ്ന്നു വീണിരിക്കുന്നു. ഇനി ആ ജീവിത ദുരിതങ്ങളോട് പരമാവധി താതാത്മ്യപ്പെടുക എന്നതാണ് ഏറ്റവും അഭികാമ്യം. അത്രമാത്രമാണ് വല്ല വിധേനയും ജീവിതവും തുടരാനുള്ള ഏകമാർഗം. ഇല്ലെങ്കിൽ ആകുലതകൾ പെരുകിയോ സങ്കടങ്ങളിൽ മുങ്ങിയോ ഞാൻ എവിടെയെങ്കിലും വീണടിഞ്ഞ് പോകുമായിരുന്നു. എന്നെപ്പോലെ ഇവിടെ അകപ്പെട്ടു പോയ ഓരോ മനുഷ്യനും ഇങ്ങനെയൊക്കെയാവാം ജീവിതത്തെ അതിജീവിച്ചത് അല്ലേ? അല്ലെങ്കിൽ പിന്നെ ആ രാത്രി ഞാൻ എന്തിനെപ്പറ്റിയാവും ഓർത്തു കിടന്നതെന്ന് നിങ്ങൾക്ക് ഊഹിക്കാനാകുമോ? പിറ്റേന്ന് കാലത്ത് മസ്രയിലെത്തി ആടിനെ കറക്കുന്നതിനെപ്പറ്റി ഭീകരരൂപി മെരുക്കുന്നത് പോലെ ആടുകളെ മെരുക്കിയെടുത്ത് ഒരു പാത്രം നിറയെ പാലുമായി മസ്രയിൽ നിന്ന് പുറത്തു വരുന്നതും അത് കണ്ട് അർബാബിൻ്റെ മുഖം തെളിയുന്നതും, ഞാൻ ഒറ്റയ്ക്ക് ഒരു മസ്രയിലൂടെ ആടുകളെ നടത്താൻ കൊണ്ടുപോയി തിരികെ വരുന്നത്, ഈ സ്വപ്നങ്ങളൊക്കെ എങ്ങനെ യാഥാർത്ഥ്യമാക്കാം? അതിനുവേണ്ടി എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം? ഇന്നത്തെ എൻ്റെ പിഴവുകൾ എന്തൊക്കെയായിരുന്നു? അതെങ്ങനെ തിരുത്താം?
ഞാൻ ഇന്നലകളെക്കുറിച്ച് വ്യാകുലപ്പെടുകയോ നാളെയെക്കുറിച്ച് ആകാംക്ഷപ്പെടുകയോ ചെയ്തില്ല. ഇന്നിനെ എങ്ങനെ നേരിടാം എന്ന് മാത്രം ചിന്തിച്ചു. എൻ്റെ മസ്ര ജീവിതം മുഴുവൻ അങ്ങനെയായിരുന്നു എന്ന് തോന്നുന്നു. അതേ കിടപ്പിൽ കിടന്ന് ഞാൻ അതുവരെ പഠിച്ചെടുത്ത അറബി വാക്കുകളും അവയുടെ അർത്ഥങ്ങളും ഒന്ന് വേർതിരിച്ചെടുക്കാൻ ശ്രമിച്ചു. ദിവസം 2 ആയിട്ടുള്ളൂ. പക്ഷേ അതിനകം ആവശ്യത്തിലധികം വാക്കുകൾ ഞാൻ പഠിച്ചു കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നി. ഞാൻ പഠിച്ച അറബി വാക്കുകളും അവയ്ക്കുള്ള അർത്ഥങ്ങളും: അർബാബ് രക്ഷകൻ, മസ്ര ആടുകളുടെ കിടപ്പാട്, ഗുബൂസ് എനിക്കവിടെ കിട്ടാവുന്ന ഒരേ ഒരു ആഹാരം, മായി ഏറ്റവും ദുർഫലവും വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടതുമായ ഒരു ദ്രാവകം. അതിനെ വെറുതെ വെള്ളമെന്ന് വിശേഷിപ്പിച്ച് കേരളീകരിക്കല്ലേ. അത് വെള്ളത്തിനോട് തോന്നുന്ന നിസ്സാരത്വമല്ല അർബാബിന് മായിനോടുള്ളത്. ഗനം ആട്, ഗലീബ് പാൽ, തിബിൻ പോച്ച, ബർസി കച്ചി, ജമൽ ഒട്ടകം, ലാ ഇല്ല, ജീഹാം ശരി അർബാബ്, യാ അള്ള പോയി തൊലയെ. എനിക്കറിയാവുന്ന വാക്കുകൾ അത്രയും ഓർത്തു കഴിഞ്ഞപ്പോഴാണ് എനിക്കറിയാത്തതും എന്നാൽ അറിയേണ്ടതുമായ വാക്കുകളാണല്ലോ കൂടുതൽ എന്ന് ഞാൻ അറിയുന്നത്. കേൾക്കുക: ഗോതമ്പ്, പാത്രം, ടാങ്ക്, കാറ്, തോക്ക്, മരുഭൂമി, ഉടുപ്പ്, കുളി, തൂറൽ, വയറിളക്കം, അടി, ദേഷ്യം, ശകാരം, കൂടാരം, പിന്നെ ഒട്ടനവധി ക്രിയാപദങ്ങൾ: വന്നു, പോയി, ചെയ്തില്ല, അറിയില്ല എന്നിങ്ങനെ. ഞാനിവിടെ പറഞ്ഞ അറബി വാക്കുകളുടെയൊക്കെ ഉച്ചാരണവും അർത്ഥവുമൊക്കെ ഇങ്ങനെ തന്നെയാണോ എന്ന് നിങ്ങളിലെ അറബി വിദഗ്ധൻ സംശയിച്ചു മുന്നയിച്ചാൽ സത്യത്തിൽ എനിക്കറിയില്ല എന്നതാണ് എൻ്റെ ഉത്തരം. ഞാനവയെ അങ്ങനെയാണ് കേട്ടത്. ഞാനവയെ അങ്ങനെയാണ് മനസ്സിലാക്കി പഠിച്ചത്. ആ ശബ്ദങ്ങളിൽ നിന്നും അതിനൊരു അർത്ഥം കൽപ്പിച്ചെടുക്കാൻ എനിക്ക് കഴിഞ്ഞു. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം അതാണ് ശരിയായ വാക്ക്, ശരിയായ ഉച്ചാരണം. അല്ലെങ്കിൽ തന്നെ ഒരു വാക്കിലെന്തിരിക്കുന്നു മനസ്സിലാക്കലാണ് മുഖ്യം. ഈ വാക്കുകൾ കൊണ്ട് അർബാബ് പറയുന്നത് എനിക്ക് മനസ്സിലായി. ഞാൻ പറയുന്നത് അർബാബിനും. അതിനപ്പുറം ഭാഷാ നിപുണത മറ്റൊരു സഹായവും എനിക്ക് ചെയ്തിട്ടില്ല. ഓർത്തും ചിന്തിച്ചും കിടന്ന് നേരം അങ്ങനെ ഒഴുകിപ്പോയി. ദേഹത്ത് നിന്ന് വേദന എവിടേക്കോ അപ്രത്യക്ഷമായി. ക്ഷീണത്തിനൊപ്പം ഉറക്കം ശരീരത്തിന് വന്നു പൊതിഞ്ഞു. പിന്നെ ഗാഢമായ ഉറക്കം. തീർച്ചയായും അപ്പോൾ ഏതാണ്ട് പാതിരായെങ്കിലും പിന്നിട്ടിരിക്കണം. അത് കഴിഞ്ഞതൊന്നും എനിക്ക് ഓർമ്മയില്ല. നേരം നന്നേ വെളുത്തു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഉണരുന്നത്. എനിക്കും ഏറെ മുമ്പേ സൂര്യൻ കിഴക്ക് കണ്ണുമിഴിച്ച് കഴിഞ്ഞിരുന്നു. ഞാൻ എഴുന്നേറ്റ് കട്ടിലിലേക്ക് നോക്കി. അവിടം ശൂന്യമായിരുന്നു. അവൻ കാലത്തുണർന്ന് പണികൾ ആരംഭിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. പാൽ കറന്നു തീർന്നതിന് മുമ്പ് ചെല്ലണം എന്ന ആഗ്രഹത്തോടെ ഞാൻ മസ്രയിലേക്ക് എഴുന്നേറ്റോടി. അവിടെ പക്ഷേ ഭീകരരൂപി ഉണ്ടായിരുന്നില്ല. പതിവിന് വിപരീതമായി ഇന്ന് ആടുകൾക്ക് വെള്ളം കൊടുത്തിട്ടില്ല, പുല്ല് കൊടുത്തിട്ടില്ല, തൊട്ടിയിൽ ഗോതമ്പ് നിറച്ചിട്ടില്ല, ഒന്നും തന്നെ ചെയ്തിട്ടില്ല. പതിവുകൾ തെറ്റിയതിൻ്റെ ശുണ്ഠിയിൽ ആടുകൾ മസ്രയ്ക്കുള്ളിൽ അസ്വസ്ഥമായ ചലനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. ഭീകരരൂപി മറ്റെന്തെങ്കിലും പണിയുമായി വേറെ മസ്രയിൽ കാണുമെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ എല്ലാ മസ്രയിലും കയറി ഇറങ്ങി നോക്കി. എവിടെയും അവനില്ലായിരുന്നു. എനിക്ക് അതിശയമായി. അവനെവിടെ പോകാൻ ഇത്ര കാലത്തെ? ഞാൻ തിരിച്ച് കട്ടിലിൽ വന്നിരുന്നു. എന്തോ ഒരു സംശയത്തിൻ്റെ നേരിയ നീറ്റൽ എൻ്റെ മനസ്സിനെ ബാധിച്ചു. ഞാൻ കുനിഞ്ഞ് കട്ടിലിനടിയിലേക്ക് നോക്കി. അവിടെ എൻ്റെ ബാഗിനൊപ്പം അവൻ്റേതെന്ന് വിശ്വസിക്കാവുന്നതും ഏറെ പഴയതും പൊടി പിടിച്ചതുമായ മറ്റൊരു ബാഗ് കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. ഇപ്പോൾ അത് അവിടെ കാണാനില്ല. എൻ്റെ സംശയത്തിൻ്റെ നനവ് കൂടുതൽ ബലപ്പെട്ടു. അന്നേരം അർബാബ് കൂടാരത്തിനുള്ളിൽ നിന്നും ഇറങ്ങി എൻ്റെ അടുത്തേക്ക് വന്നു. എൻ്റെ കയ്യിൽ പാൽപാത്രം തന്നിട്ട് പോയി ആടിനെ കറന്നുകൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ സംശയത്തോടെ അർബാബിനെ നോക്കി. ഭീകരരൂപി എവിടെ പോയി എന്നാണ് ആ നോട്ടത്തിൻ്റെ അർത്ഥമെന്ന് അർബാബിന് തീർച്ചയായും മനസ്സിലായി കാണണം. പിന്നെ അർബാബ് എന്തൊക്കെയോ ഒരു കൂട്ടം കാര്യം എന്നോട് പറഞ്ഞു. അതിൽ ദേഷ്യമുണ്ടായിരുന്നു, ശപിക്കലുണ്ടായിരുന്നു, സഹതാപമുണ്ടായിരുന്നു, നിർദാക്ഷിണ്യമുണ്ടായിരുന്നു, പുച്ഛമുണ്ടായിരുന്നു. ആ വാക്കുകളിൽ നിന്ന് ഞാൻ ഗ്രഹിച്ചത് ഇത്രയുമാണ്: അവൻ, എൻ്റെ ഭീകരരൂപി, ഈ നരകത്തിൽ നിന്നും ഓടി രക്ഷപ്പെട്ടിരിക്കുന്നു.